റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തടയും വിധമുള്ള ട്രംപിന്റെ ഉപരോധവും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരം തടസ്സപ്പെട്ടതുമൊന്നും ഇനി ഇന്ത്യക്ക് പ്രശ്നമാവില്ല. ലിബിയയിൽ പുതിയ എണ്ണവാതകപ്പാടം കണ്ടെത്തി ഈ പ്രതിസന്ധികളെ മറികടക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോള ഊർജരംഗത്ത് അനിശ്ചിതത്വം ശക്തമാകുന്നതിനിടെ ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന കണ്ടെത്തലുമായി രാജ്യത്തെ പൊതുമേഖല എണ്ണ കമ്പനികൾ. വടക്കേ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിലെ തെക്കു പടിഞ്ഞാറൻ ഘഡാമസ് ബേസിനിൽ വൻ എണ്ണവാതക ശേഖരം കണ്ടെത്തിയതായാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഓയിൽ ഇന്ത്യയും അൾജീരിയ ആസ്ഥാനമായ സൈപെക്സിയും ചേർന്ന കൺസോർഷ്യമാണ് ഈ പുതു കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്. ലിബിയൻ ദേശീയ എണ്ണ കമ്പനിയായ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ഘഡാമസ് ബേസിനിലെ ഹൈഡ്രോ കാർബൺ സാന്നിധ്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ കണ്ടെത്തുന്ന 5ാമത്തെ പ്രധാന എണ്ണവാതക പാടമാണ് ഇതെന്നും ലിബിയ സ്ഥിരീകരിക്കുന്നു. ഇവിടെ നിന്ന് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാണോ എന്നതിനെക്കുറിച്ചുള്ള വിശദ പഠനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. നിലവിൽ പുതിയ എണ്ണപ്പാടം കണ്ടെത്തിയ ഘഡാമസ് ബേസിൻ പ്രദേശം ഭൗമശാസ്ത്രപരമായി ഏറെ സാധ്യതകളുള്ള മേഖലയായി പരിഗണിക്കപ്പെടുന്നതാണ്. സഹാറ മരുഭൂമിയോട് ചേർന്നുള്ള ഈ ബേസിനിൽ മുൻപും നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ പര്യവേക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിലും പുതിയ കണ്ടെത്തൽ ഉയർന്ന നിലവാരത്തിലുള്ള ഹൈഡ്രോ കാർബൺ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഓയിൽ ഇന്ത്യയും ഉൾപ്പെട്ട കൺസോർഷ്യം നടത്തിയ സീസ്മിക് സർവേകളും പരീക്ഷണ ഗണനത്തിലൂടെയും കണ്ടെത്തിയ ഈ ശേഖരം ദീർഘകാല ഉൽപാദന സാധ്യതകളുള്ള ഫീൽഡ് ആയിരിക്കുമെന്ന് ലിബിയൻ ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വാണിജ്യ ഉൽപാദനം ആരംഭിക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ വിദേശ എണ്ണ ആസ്തികളിൽ നിർദ്ദിഷ്ട പ്രദേശത്തിന് പ്രധാന സ്ഥാനം നേടാനാകും. ഇത് മുൻനിർത്തി നാഷണൽ ഓയിൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെ ഉൽപാദന വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയുമാണ്. ഇന്ത്യൻ കമ്പനികളുടെ വിദേശ പര്യവേക്ഷണ ഉൽപാദന രംഗത്തെ ശ്രദ്ധേയ മുന്നേറ്റമായാണ് ഈ കണ്ടെത്തൽ വിലയിരുത്തപ്പെടുന്നത്. ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനും ഇത് സഹായകമാകുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം ഉയരുന്നത്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച റഷ്യൻ എണ്ണയ്ക്കുമേലുള്ള ഉപരോധ നടപടികളും ഹോർമൂസ് കടലിടുക്ക് മേഖലയിലുണ്ടായ തടസ്സങ്ങളും ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ എത്തിക്കുന്നതിലുണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതത്വം ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഘടകമായി മാറിയിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ആഫ്രിക്കൻ മേഖലയിലെ പുതിയ കണ്ടെത്തൽ ഇന്ത്യയുടെ ഊർജ്ജ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാൻ സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്രൂഡ് ഓയിൽ, LPG എന്നിവയ്ക്കായി കൂടുതൽ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന നയം ഏറെ നാളുകളായി ഇന്ത്യ സ്വീകരിച്ചു വരികയാണ്. അതിന്റെ പ്രതിഫലനമെന്നോണമാണ് ലിബിയയിൽ നിന്ന് രാജ്യത്തിന്റെ ഊർജ്ജ രംഗത്തിന് സന്തോഷകരവും ആത്മവിശ്വാസം പകരുന്നതുമായൊരു വാർത്ത വന്നിരിക്കുന്നത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം. പരമ്പരാഗത വിപണികളിലുണ്ടാകുന്ന രാഷ്ട്രീയ സൈനിക സമ്മർദ്ദങ്ങൾക്കിടയിൽ പുതിയ ഉൽപാദന കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നത് രാജ്യത്തിന്റെ ദീർഘകാല ഊർജ്ജ നയത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും സ്ഥിരത ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഫലമണിയുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.